ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടി ഉള്ളു വെച്ച് നീളത്തിൽ വളരാൻ സഹായിക്കുന്ന 6 കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതെന്തായാലും നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ചെയ്യാനും വളരെ സിമ്പിളാണ്. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ഹെയർ പാക്കുകളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. മുടി വളരാനായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു തലയോട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നല്ല മുടി വളർച്ച ഉണ്ടാവുള്ളൂ. തലയോട്ടിയിൽ മെയിനായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ താരനാണ്. താരൻ അതുപോലെ അധികമായിട്ടുള്ള എണ്ണമയം അല്ലെങ്കിൽ പൊടിയോ അഴുക്കോ ഒക്കെ കൂടുതലായിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മുടി വളർച്ച കുറവായിരിക്കും, മുടി കൊഴിഞ്ഞു പോകുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കിയിട്ട് വെക്കാൻ നോക്കണം. അങ്ങനെ സ്കാൽപ്പ് ക്ലീൻ ആയിട്ടിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഷാമ്പു എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള എന്ത് വെച്ചിട്ടും നിങ്ങൾക്ക് കഴുകാം. കെമിക്കലായിട്ടുള്ള ഷാമ്പു ആണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ മാസത്തിലൊരിക്കൽ നമുക്കൊന്ന് എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബൊക്കെ ഒന്ന് വെച്ചിട്ട് തലയോട്ടി പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അത് പിന്നെയുള്ള വീഡിയോസിൽ ഞാൻ ചെയ്യാം കേട്ടോ, എങ്ങനെയാണ് എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബൊക്കെ നമുക്ക് തലയോട്ടിയിൽ യൂസ് ചെയ്യുന്നതെന്ന്. നമ്മൾ മുഖത്തെ ഡെഡ് സെൽസും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോകാനായിട്ട് ഇങ്ങനെ സ്ക്രബൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് തലയോട്ടിയിലും ചെയ്ത് കൊടുത്താൽ എണ്ണയും പൊടിയൊക്കെ അടിച്ചിട്ട് അടഞ്ഞു കിടക്കുന്ന ഫോളിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ആ ഒരു അഴുക്കെല്ലാം റിമൂവ് ആക്കാനും പുതിയ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനുമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ചിലരൊക്കെ തലയിൽ എണ്ണ തേക്കും, പക്ഷേ അത് നല്ലപോലെ വാഷ് ചെയ്യില്ല. അപ്പോൾ എണ്ണമായ അധികം കിടന്നിട്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ പൊടി അടിച്ചിട്ട് അത് പിന്നീട് അഴുക്കായിട്ട് തലയിൽ ഇങ്ങനെ ഉണ്ടാവും. എത്ര നമ്മൾ വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതുകൊണ്ട് അത് പോകണമെന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോൾ തലയിൽ എണ്ണ തേക്കുന്നുണ്ടെങ്കിലും അത് വാഷ് ചെയ്ത് കളയണം, എണ്ണയും കൂടെ കഴുകി കളയണം. എല്ലാ എണ്ണമയം പോക്കിയിട്ട് മുടി ഡ്രൈ ആക്കണം എന്നല്ല പറയുന്നത്, ഒരു മിനിമം രീതിയിലൊക്കെ എണ്ണമയം മതി. ബാക്കിയുള്ളത് എക്സസ് ആയിട്ടുള്ളത് നമ്മൾ കഴുകി കളയണം. നമ്മുടെ തലയോട്ടിക്ക് ആവശ്യമുള്ള എണ്ണ നമ്മുടെ തലയോട്ടി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പുറമെ ആയിട്ട് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടും മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് എണ്ണ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിലുള്ള എണ്ണ എപ്പോഴും നമ്മുടെ തലയിൽ ഉണ്ടാകും, അത് കുറയാതെ നോക്കിയാൽ മതി. പിന്നെ ജോലിക്ക് പോകുന്നവരും പഠിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ എപ്പോഴും നനഞ്ഞ മുടിയൊക്കെ ആയിട്ടായിരിക്കും പോവുക. അങ്ങനെയുള്ളവർ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം പുറത്തു പോകുന്നതാണ് നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ പൊടിയും അഴുക്കും ഒക്കെ പെട്ടെന്ന് നനഞ്ഞ മുടിയിലേക്ക് പറ്റി പിടിക്കും. പിന്നെ നനഞ്ഞ മുടി കെട്ടിവെക്കുന്ന മുടി പൊട്ടിപ്പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുടി ഉണങ്ങിയതിന് ശേഷം പുറത്തു പോകുന്നതാണ് നല്ലത്. പിന്നെ കൂടുതൽ നേരം വെയിലത്തൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ്. വെയിൽ കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരാറില്ല, അതുപോലെ കൂടുതലായിട്ട് വെയിൽ കൊള്ളുമ്പോൾ നമ്മുടെ മുടിക്കും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മുടി വളർച്ച വേഗത്തിലാക്കാനും മുടിക്ക് ഉള്ളു വരാനൊക്കെ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള, നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഒരു ദിവസം ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും എടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ മസാജ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മുടി ഇതുപോലെ മുന്നിലേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടിയൊക്കെ വേഗത്തിൽ നീട്ടം വെക്കാനായിട്ട് സഹായിക്കും. ചിലർക്ക് എന്ത് ചെയ്താലും മുടിയുടെ നീളം കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് എണ്ണ തേക്കുന്ന സമയത്ത് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിട്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വേഗത്തിൽ റിസൾട്ട് കിട്ടും കേട്ടോ. ഇനി അടുത്ത കാര്യം, നമ്മുടെ മുടി ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. കെരാറ്റിൻ ഒരു പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുടിയുടെ ഉള്ളൊക്കെ കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ മുടി കൊഴിഞ്ഞു പോയാലും പുതിയ മുടികൾ ആ സ്ഥാനത്ത് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടാവണം. അതിനായിട്ട് മുട്ട, പാല്, ചിക്കൻ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. ചുരുങ്ങിയത് കഴിക്കണം എന്നാണ്, എല്ലാ ദിവസവും കഴിക്കണം എന്നല്ല പറയുന്നത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുട്ടയൊക്കെ കഴിക്കുന്നതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനായിട്ട് ബയോട്ടിനും സിങ്കും ഒമേഗ 3 ഫാറ്റി ആസിഡും ഒക്കെ നിർബന്ധമാണ്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ബയോട്ടിനൊക്കെ പറയുമ്പോൾ കറിവേപ്പിലയിലൊക്കെ ബയോട്ടിൻ കൂടുതലുണ്ട്. അപ്പോൾ കറിയിലൊക്കെ ഇടുന്ന സമയത്ത് അതും കൂടെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഫ്ലാക്സ് സീഡിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, അത് ജെല്ലാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഭക്ഷണത്തിൽ ചെറിയ രീതിയിൽ ഉൾപ്പെടുത്താം. അതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഒരു ഡോക്ടറുടെ അഭിപ്രായത്തോടെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനി അടുത്തത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രോഡക്ട്സിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഇതുവരെ എണ്ണ തേക്കുന്നതും മസാജ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എണ്ണ തേച്ചിട്ട് നമ്മൾ കഴുകി കളയാനായിട്ട് ഷാമ്പു ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ലേഡീസിനാണെങ്കിൽ ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണറും യൂസ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം മുടി ഡ്രൈ ആക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല പ്രോഡക്ട്സ് മാത്രം വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നത്
നമ്മുടെ മുടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന സൾഫേറ്റും പാരബനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. നമ്മുടെ മുടിക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ അതിൽ കറ്റാർവാഴയൊക്കെ ചേർക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസിൽ കറ്റാർവാഴയൊക്കെ ഉണ്ടെങ്കിൽ അത് മുടി വളർച്ചയ്ക്ക് കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടീഷണർ. അതത്ര നിർബന്ധമില്ലല്ലോ. പക്ഷേ കണ്ടീഷണർ യൂസ് ചെയ്യാതിരുന്നാൽ നമ്മുടെ മുടി കൂടുതൽ ഡ്രൈ ആയി പോവും. പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത കാര്യം മുടി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ മുടി നേർത്തു പോവുക എന്നുള്ളതൊക്കെയാണ്. കൂടുതൽ ഒരസലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കെട്ടൊക്കെ വേഗം കൂടാനും പൊട്ടിപ്പോകാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കണ്ടീഷണറും യൂസ് ചെയ്യണം. ഇനി എല്ലാം നാച്ചുറലായിട്ട് ചെയ്യുന്നവരുണ്ടാവും. ഇങ്ങനെ ഷാമ്പും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്യാൻ മടിയുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നാച്ചുറലായിട്ടുള്ള ഷാമ്പു, നാച്ചുറലായിട്ടുള്ള കണ്ടീഷണറും ഒക്കെ ഉണ്ട്. നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന അല്ലെങ്കിൽ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കുപ്പിയിലാക്കി വരുന്നതുകൊണ്ട് അതിന് ഓരോ പേരുകൾ ഉണ്ടെന്നേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷണറും ഷാമ്പും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടീഷണറായിട്ടും ഷാമ്പു ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും ബെസ്റ്റാണ് ചെമ്പരത്തിയില. ചെമ്പരത്തിയില നമ്മുടെ മുടിയിലുള്ള അധികമായിട്ടുള്ള എണ്ണമയം കളയാനും സഹായിക്കും. അതിന് കൂടെ നമ്മുടെ മുടി ഡ്രൈ ആക്കാതെ നല്ല സ്മൂത്ത് ആക്കിയിട്ട് വെക്കും. അതായത് നമ്മൾ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ ചെമ്പരത്തിയില യൂസ് ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനുള്ളവർ അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈലിംഗ് ടൂൾസുകളെ പറ്റിയിട്ടാണ്. ചിലരൊക്കെ ഡ്രയർ യൂസ് ചെയ്യുന്നവരായിരിക്കും. മുടി നനഞ്ഞ മുടിയും കൊണ്ട് പെട്ടെന്ന് പുറത്തൊക്കെ പോകാനുണ്ടെങ്കിൽ അത് ഉണങ്ങി കിട്ടാനായിട്ട് ഡ്രയർ യൂസ് ചെയ്യും. വർക്ക് ചെയ്യുന്നവരാണെങ്കിലൊക്കെ ഹെയർ ഡ്രയറൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് നമ്മുടെ മുടി സ്റ്റൈൽ ചെയ്യുന്നത് ഡ്രയർ യൂസ് ചെയ്തിട്ട് ഉണക്കുന്നതാണെങ്കിലും ഹീറ്റ് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ കുറയ്ക്കുക. ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് സ്റ്റൈൽ ചെയ്യുന്നതൊക്കെ നമ്മുടെ മുടി പൊട്ടിപ്പോകാൻ ചാൻസ് കൂട്ടും. ഹെയർ ഡ്രയറിന് പകരമായിട്ട് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം മൈക്രോ ഫൈബറിൻ്റെ ടവലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ ഒരുപാട് സമയം എടുക്കാതെ നമ്മുടെ മുടി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മുടി തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് ഡാമേജും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ മുടിക്ക് സേഫ് ആയിട്ടുള്ള ടൂൾസ് മാത്രം യൂസ് ചെയ്യാം. പിന്നെ ഹെയറിൽ ഹീറ്റ് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഹീറ്റ് പ്രൊട്ടക്ഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രം ചെയ്താൽ മതി. ഇനി അടുത്തത് മുടിക്ക് നീളം വെക്കട്ടെ വെട്ടണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കാണ്. നമ്മൾ ഒരുപാട് നാൾ മുടി വെട്ടാതിരുന്നാൽ മുടിയിൽ സ്പ്ലിറ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഏറ്റവും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്, നമ്മുടെ മുടി ഏറ്റവും ഭംഗിയായിട്ട് കാണാനും ഒക്കെ നല്ലത് 2 മാസം കൂടുമ്പോൾ കുറഞ്ഞ അളവിലെങ്കിലും മുടി കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നമ്മുടെ സ്പ്ലിറ്റൻസ് കുറയ്ക്കാനാണെങ്കിലും മുടിയുടെ ഭംഗി കൂട്ടാനാണെങ്കിലും മുടിയൊക്കെ ഒരേ ലെവലിൽ നിൽക്കാനാണെങ്കിലും ഒക്കെ ആയിട്ട് സഹായിക്കും. ഇനി മുടി വളർച്ചയ്ക്കായിട്ട് എണ്ണ ഉപയോഗിക്കുമ്പോൾ ഏത് എണ്ണയാണ് നല്ലതെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ്. അതല്ല, മുടിക്കും ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പം വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് മുടിയുടെ ഉള്ളു കൂട്ടാനും മുടി വളർച്ച കൂട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ എണ്ണ തേക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഡീപ്പായിട്ട് ഓയിലിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി വളർച്ച കുറച്ചും കൂടെ വേഗത്തിലാക്കാൻ നമുക്ക് പറ്റും കേട്ടോ. ഡീപ്പായിട്ട് ഓയിലിംഗ് ചെയ്യുക. ഡീപ്പായിട്ട് ഓയിലിംഗ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരൻ പോകാനും മുടി വളർച്ച വേഗത്തിലാക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും. ജസ്റ്റ് ഒന്ന് എണ്ണ തേച്ചാൽ മാത്രം പോരാ, നിങ്ങൾ നന്നായിട്ടൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മുടി വളർച്ച കൂട്ടാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ തലയിൽ യൂസ് ചെയ്യേണ്ട കാര്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മുടി വളർച്ചയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിനേക്കാളും വേഗത്തിൽ മുടി വളർച്ച കൂട്ടാനും മുടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആണെങ്കിൽ നമുക്ക് വേറെ ഹെയർ പാക്കുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ മാറ്റം വരുത്തേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഞാൻ 6 കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്